ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കുട്ടിയെ കൊണ്ട് പാടിച്ച നാളെ ജഗദീഷിന് അതിന്റെ പേരിൽ അഭിമാനിക്കാൻ പറ്റും. മേഡം ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അയച്ചോളൂ. ഇത് നമ്മുടെ ഹീറോയിന്റെ ആയല്ലേ? ഈ കുട്ടി ശ്യാമ മേഡത്തിനെ പോലെ തന്നെയല്ലേ? എല്ലാത്തിനും ശകനം നോക്കിയാലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാ ശകുനങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ തള്ളിക്കളയാൻ പറ്റാ? ആ റെക്കോർഡിംഗിന് എന്തായാലും മാറ്റാൻ പറ്റില്ല. അവർക്ക് സോങ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തു പറ്റി മോൾക്ക്? വണ്ടി റിപ്പയർ ആയപ്പോ ടെൻഷനായോ? ഒന്നുമില്ല. അല്ല, പെട്ടെന്ന് തിരിച്ചു പോകുന്ന കാര്യം ആലോചിച്ചപ്പോ ഒരു ഒപ്പിന്റെ കാര്യല്ലേ ഉള്ളൂ. അപ്പൊ തന്നെ മോള് തിരിച്ചു പോയിക്കോളൂ. ഡ്രൈവർ, ഒന്ന് വണ്ടി വേഗം വിട്ടെ. ശ്യാമേ, എടുത്തി നമ്മളെ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കാൻ പോവാ. ഇന്ന് തന്നെ കൗൺസിലർ ഉത്തമനെ വിളിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാൻ പറയാം. അപ്പൊ റെക്കോർഡിംഗ്? ഈ പാട്ട് ഞാൻ പാടുന്നില്ല. എന്താ ശ്യാമേ പറയുന്നേ? രജിസ്ട്രേഷൻ കഴിഞ്ഞ് റെക്കോർഡിംഗ് സെക്ഷനിലേക്ക് പോകാൻ പറ്റൂ. ഈവനിങ്ങിലേക്ക് മാറ്റട്ടെ? അതല്ല എടുത്തി, ഈ പാട്ട് രാധിക മോളെ കൊണ്ട് പാടിച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഗ്യാരണ്ടി കൊടുത്ത ജഗദീഷും ആ പ്രൊഡ്യൂസറും സമ്മതിക്കും. മാത്രമല്ല, രാധിക മോക്ക് ഇപ്പൊ അങ്ങനെ ഒരു മാറ്റം ആവശ്യം. പാടുന്നില്ലെന്ന് കേട്ടപ്പോ ഞാനൊന്ന് പരിഭ്രമിച്ചു. പക്ഷെ ശ്യാമയ്ക്ക് പകരം രാധിക പാടുന്നെന്ന് കേട്ടപ്പോ അത് സന്തോഷമുള്ള കാര്യം. മോള് തന്നെ പാടട്ടെ. ഇപ്പോ വെറും ഒരായായിട്ടാ പ്രിയങ്ക അവളെ കൊണ്ടു നടക്കുന്നത്. അതേ ലൊക്കേഷനില് അതേ സിനിമയിലെ പ്രധാന പാട്ടുകാരിയായി എന്റെ മോൾ അറിയപ്പെടണം. ഇത് നേരത്തെ പറഞ്ഞ അതേ വാശി തന്നെയാ. എവിടെ അവളുടെ തല കുനിഞ്ഞു പോകുന്നു അവിടെ അവളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടത് അമ്മ എന്ന നിലയ്ക്ക് എന്റെ കടമയല്ലേ. ആ എടുത്തിയ ഡയറക്ടർ എന്ന് വിളിക്കാം. ഈ ഫൈറ്റ് സീന്റെ ബഡ്ജറ്റ് അല്പം കുറയ്ക്കേണ്ടി വരും. ഇല്ല, കൈ നിൽക്കില്ല. ക്ലൈമാക്സ് ഫൈറ്റ് അല്ലേ സാർ? അവിടെ എന്തെങ്കിലും എക്സസ് വന്നാലും ബാക്കിയുള്ള ഭാഗത്ത് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാനത് ഏറ്റു. ഓക്കെ, എന്നാ എനിക്ക് കുഴപ്പമില്ല. ശ്യാമ മേഡം സ്റ്റുഡിയോയിലേക്ക് പുറപ്പെട്ടെന്ന് തോന്നുന്നു. ഹലോ മേഡം. ജഗദീഷ്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചേ. എന്താ മേഡം? എനിക്ക് ത്രോട്ടിനൊരു ബുദ്ധിമുട്ട്. കുറച്ച് ദിവസത്തേക്ക് ഡോക്ടർ വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ മേഡം, നാളെ റെക്കോർഡിംഗ് കഴിഞ്ഞ് സോങ് കിട്ടുമെന്ന രീതിയിൽ ആർട്ടിസ്റ്റുകളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ആ ജഗദീഷ് ടെൻഷൻ ആവാതിരിക്കൂ. സിറ്റുവേഷനൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. എനിക്ക് പകരം മറ്റൊരാളെ കൊണ്ട് അത് നടക്കില്ല മേഡം. എനിക്കത് മേഡം തന്നെ പാടിത്തരണം. ഇവിടെ ഷൂട്ടിംഗ് മാറ്റിവെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുമായിരിക്കും. ജഗദീഷ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. പ്രൊഡ്യൂസർ എവിടെയുണ്ട്? പ്രൊഡ്യൂസർ എൻ്റെ കൂടെ ഉണ്ട് മേഡം. ആ എങ്കിൽ ഫോണൊന്ന് സ്പീക്കറിലിടും, രണ്ടുപേർക്കും കൂടി കേൾക്കാമല്ലോ. ശരി മേഡം. സാർ, മേഡത്തിന്റെ തൊണ്ടയ്ക്ക് എന്തൊരു ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ച് പറയാനാ. പറഞ്ഞോളൂ മേഡം. ഞാൻ രാവിലെ റെക്കോർഡിങ്ങിന് പോകാൻ റെഡി ആയതാ. പെട്ടെന്ന് വോയിസിനൊരു സ്ക്രാച്ച് പോലെ. അങ്ങനെ പാടുന്നത് ശരിയല്ലല്ലോ. ജഗദീഷും പ്രൊഡ്യൂസറും ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരാളെ ശുപാർശ ചെയ്യാം. അല്ല, നിങ്ങളെ പേടിക്കൊന്നും വേണ്ട. എന്നെക്കാളും നന്നായിട്ട് ആ കുട്ടി പാടും. എന്താ മേഡം ഈ പറയുന്നത്? മേഡത്തിനേക്കാൾ നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞാ
ഇതെന്താ കെട്ടുകഥയാണോ? കെട്ടുകഥയൊന്നുമല്ല. പിന്നെ ആ കുട്ടി പാടിയിട്ട് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പാടിത്തരാൻ ചെയ്യാം. അതുവരെ വന്ന നഷ്ടം ഞാൻ തന്നെ തന്നേക്കാം. അയ്യോ, അതൊന്നും വേണ്ട മാഡം. എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി താനൊന്ന്. അതുകൊണ്ടല്ല മാഡം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചവർ തന്നെ കൂടെ ഉണ്ടാവണമെന്നല്ല വിചാരിക്കുക. അതുകൊണ്ടാ ഈ കുട്ടിയെ കൊണ്ട് പാടിച്ചാൽ നാളെ ജഗദീഷിന് അതിന്റെ പേരിൽ അഭിമാനിക്കാൻ പറ്റും. ശുപാർശ ചെയ്ത എനിക്കും. ശരി മാഡം, മേഡം ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അയച്ചോളൂ. നാട്ടിൽ തന്നെയുള്ള കുട്ടിയല്ലേ മാഡം? വിളിച്ച ഇന്ന് തന്നെ റെക്കോർഡിംഗ് നടക്കുമല്ലോ. തീർച്ചയായിട്ടും നടക്കും. ഞാനിപ്പോ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചുതരാം. സാധാരണ ഒരാളുടെ കാര്യത്തിൽ ശ്യാമ മാഡം കയറി ഇത്രയ്ക്കങ്ങ് ഉറപ്പ് പറയില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം സാർ. ഓക്കെ. ആ, കൗൺസിലറെ വിളിച്ചോ? ഓക്കെ, നമ്മൾ അങ്ങോട്ട് ചെന്നാ മതി. രണ്ട് നല്ല കാര്യങ്ങൾ ഒപ്പം നടക്കട്ടെ. ഭഗവാൻ നിമിത്തം കാണിച്ചത് അതിനായിരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി എന്റെ മോള് പാട്ട് പാടാൻ പോവാ. അമ്മ ഒരുക്കി കൊടുത്ത വഴിയിലൂടെ അവള് മുന്നോട്ട് വരട്ടെ. ആ കുട്ടി ആരായാലും ഭാഗ്യവതിയാ. ശ്യാമ മാഡം ഇത്രയൊക്കെ പറഞ്ഞില്ലേ? വന്നിട്ടുണ്ട് സാർ. എന്തു പറ്റി? സാർ ഇത് നോക്കിയേ. ഏ? ഇത് നമ്മുടെ ഹീറോയിന്റെ ആയല്ലേ? അതെ. ഇതെങ്ങനെ? ഇത്ര കഴിവുള്ള കുട്ടിയാണെങ്കിൽ ഇതുപോലൊരു ജോലിക്ക് വന്നിരിക്കോ? നമുക്ക് അറിഞ്ഞുകൂടല്ലോ സാർ, അവസ്ഥ ചിലപ്പോ അങ്ങനെയായിരിക്കും. എടോ, താനൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ കുട്ടി ശ്യാമ മേഡത്തിനെ പോലെ തന്നെയല്ലേ? നിറത്തിന്റെ ഒരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അത് ആ കുട്ടി ലൊക്കേഷനിൽ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചാണ് സാർ. ശ്യാമ മേഡത്തിനെ പോലെ തന്നെ ഉണ്ടാവുക, ശ്യാമ മേഡം ഇത്രയും കാര്യമായി ശുപാർശ ചെയ്യുക, ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. നമ്മളത് നോക്കേണ്ട കാര്യമില്ല സാർ. നമുക്ക് ഈ കുട്ടിയെ വെച്ച് തന്നെ മൂവ് ചെയ്യാം.